الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, പ്രബോധകരെ, സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നാം ഉംദത്തുൽ അഹ്കാം എന്ന ഹദീസ് ഗ്രന്ഥ പഠനം തുടരുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപകാരപ്രദമായ ഇൽമ്, നാഫിയായ ഇൽമ് പഠിക്കുവാനും ജീവിതത്തിൽ അത് പ്രകാരം അമൽ ചെയ്യുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട, കർമ്മരംഗവുമായി ബന്ധപ്പെട്ട ശുചിത്വമാകട്ടെ, നമസ്കാരമാകട്ടെ, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഇടപാടുകൾ, ഇങ്ങനെ പല കർമ്മശാസ്ത്രപരമായ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സഹീഹായ ഹദീസുകളുടെ പഠനമാണ് ഇത്. ഇമാം ബുഖാരി മുസ്ലിമും ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾക്ക് മുത്തഫഖുൻ അലൈഹി എന്ന് പറയും. ഏതാനും ചില ഹദീസുകൾ ഇമാം ബുഖാരി മാത്രം റിപ്പോർട്ട് ചെയ്യുകയും ചില ഹദീസുകൾ ഇമാം മുസ്ലിം മാത്രം റിപ്പോർട്ട് ചെയ്യുകയും, ഇങ്ങനെ 400 ചില്ലാനം ഹദീസുകൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഗ്രന്ഥമാണ് ഉംദത്തുൽ അഹ്കാം. അൽ ഹാഫിദ് അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുല്ലാഹ് ഹിജ്റ 600 വഫാത്തായ, ഹിജ്റ വർഷം 600-ൽ വഫാത്തായ മഹാപണ്ഡിതനാണ് അൽ ഹാഫിദ് അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുല്ലാഹ്. അദ്ദേഹം ഹംബലി മദ്ഹബ് പണ്ഡിതനാണ്, സലഫി അഖീദക്കാരനാണ്, ഹദീസിൻ്റെ പ്രഗത്ഭനായ ഇമാമാണ്. ഹദീസ് നിദാനശാസ്ത്ര ലോകത്ത് ഒരു വിപ്ലവം ഉണ്ടാക്കിയ പണ്ഡിതനാണ് എന്ന് പറഞ്ഞാൽ, അൽ കമാലു ഫി അസ്മാഇർ റിജാൽ, ഹദീസ് വഈഫാണോ അല്ലെങ്കിൽ വഈഫാണോ സഹീഹാണോ എന്നൊക്കെ നാം തീരുമാനിക്കൽ ഹദീസിൻ്റെ പരമ്പര പരിശോധിച്ചിട്ടാണ്. അപ്പോൾ ഈ പരമ്പരയിലുള്ള ആരാണ് ഉള്ളത്? റാവിമാരാണ്. ഹദീസ് നിവേദനം ചെയ്യുന്ന റാവിമാർ. അപ്പോൾ ഈ റിപ്പോർട്ടർമാർ അവർ വിശ്വാസയോഗ്യരാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്ന ശാസ്ത്രത്തിനാണ് ഇൽമു അൽ ജർഹ് വ തഅദീൽ, ഇൽമുർ റിജാൽ എന്നൊക്കെ പറയും. അപ്പോൾ അതിൽ അറിയപ്പെട്ട ഗ്രന്ഥമാണ് അൽ കമാൽ ഫി അസ്മാഇർ റിജാൽ. അതിൻ്റെ മുസന്നിഫാണ് അൽ ഹാഫിദ് അബ്ദുൽ ഗനി അൽ മഖ്ദിസി. അദ്ദേഹം വലിയ അൽ ഹാഫിദ് എന്നൊക്കെ ഹംബലി മദ്ഹബിലെ പണ്ഡിതന്മാർ, മുൻഗാമികളായ ഹദീസ് ഹംബലി പണ്ഡിതന്മാരൊക്കെ അൽ ഹാഫിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് അബ്ദുൽ ഗനി മഖ്ദിസിയാണ്. പിന്നീട് ഇബ്നു ഹജർ അസ്ഖലാനി വന്നതിന് ശേഷമാണ് പിന്നീട് പണ്ഡിതന്മാർ അൽ ഹാഫിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇബ്നു ഹജർ അസ്ഖലാനിയെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്രക്കും അറിയപ്പെട്ട പണ്ഡിതനാണ്, രചയിതാവാണ് അബ്ദുൽ ഗനി മഖ്ദിസി. അതേപോലെ വളരെ പ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥമാണ് അൽ ഉംദത്തു ഫിൽ അഹ്കാം അല്ലെങ്കിൽ ഉംദത്തുൽ അഹ്കാം. നാം അവസാനമായി പഠിച്ച ഏതാനും ചില ഹദീസുകൾ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. 16 നമ്പർ ഹദീസാണ് നാം അവസാനമായി പഠിച്ച ഹദീസുകളിൽ പെട്ടതാണ്. അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഖുലുൽ ഖലാഅ فأحمل أنا وغلام نحوي إداوة من ماء وعنزة فيستنجي بالماء. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആണ് ഖാദിമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 10 വർഷക്കാലം നബിക്ക് ഖിദ്മത്തെടുത്ത സഹാബിയാണ്, പണ്ഡിതനാണ്. അതേപോലെ തന്നെ നബിയുടെ ഖാദിമാണ്, നബിക്ക് ഖിദ്മത്തെടുത്ത നബിയുടെ വേലക്കാരനും കൂടിയാണ്. നമ്മുടെ മുൻഗാമികളായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വേലക്കാരാകട്ടെ, അല്ലെങ്കിൽ അടിമകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വിഭാഗമാകട്ടെ. കാരണം ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇസ്ലാമിനെ ആക്ഷേപിക്കുവാൻ വേണ്ടി ദുരുപയോഗപ്പെടുത്താനുള്ള ഒരു വശമാണ് അടിമത്തം എന്ന വശം.
അപ്പോൾ ഇസ്ലാമിലെ അടിമത്തുന്ന വിഷയം ശരിക്കത് സ്വതന്ത്രമായിട്ട് വേറൊരു ക്ലാസ് എടുക്കേണ്ടതാണ്. അപ്പോൾ അടിമകൾക്ക് നിത്യമായ വേലക്കാർ എന്ന അർത്ഥത്തിലുള്ള ഒരു പ്രയോഗമാണ്. അതല്ലാതെ പാശ്ചാത്യർക്ക് അവരിൽ അറിയപ്പെടുന്ന ആ ഒരു അടിമത്തമല്ല ശരിക്കും ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. നബി അസലമിൻ്റെ ഖാദിമായിരുന്നു ആര്? അനസ് റളിയല്ലാഹു അൻഹു. അതേപോലെ സൗബാൻ റളിയല്ലാഹു അൻഹു, മൗലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിൽ അറിയപ്പെട്ട പല പ്രഗത്ഭരായ താബിഈങ്ങളായ പണ്ഡിതന്മാർ പലപ്പോഴും സഹാബിമാരുടെ മൗലയായിരിക്കും. ഇപ്പോൾ നാഫിഅ മൗല ഇബ്നു ഉമർ, അതേപോലെ തന്നെ ഇക്രിമ മൗല ഇബ്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മൗലയായിരുന്നു ആര്? ഇക്രിമ. അതേപോലെ തന്നെ നാഫിഅ ഇബ്നു ഉമറിൻ്റെ മൗലയായിരുന്നു. അങ്ങനെ പല മൗലകളും അവർ പണ്ഡിതന്മാരാണ്. അതായത് അവർ ഖിദ്മത്ത് എടുക്കുന്നു, അതോടൊപ്പം തന്നെ ദർസുകളിൽ പങ്കെടുക്കുന്നു, വലിയ വലിയ പണ്ഡിതന്മാരായി മാറുന്നു, അവർക്ക് ധാരാളം ശിഷ്യന്മാരുണ്ടാകുന്നു. യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ അടിമ വ്യവസ്ഥ എന്ന് പറയുന്നത് അത് ശരിക്കും സ്വതന്ത്രമായിട്ട് നമ്മൾ ക്ലാസ് എടുത്ത് പഠിക്കേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരന്മാർ, ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖലായിൽ പ്രവേശിക്കുമായിരുന്നു. ഫഅഹ്മിലു അന വഗുലാമുൻ നഹ്വി ഇദാവതൻ മിൻ മാഇൻ വഅനസ ഫയസ്തൻജി ബിൽമാ. ഞാനും ഒരു പയ്യനും, അതായത് ഒരു പാത്രത്തിൽ വെള്ളവും ഒരു കുന്തവുമായിട്ട് ഞങ്ങൾ പുറപ്പെടും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കുമായിരുന്നു. അതായത് വെള്ളം കൊണ്ടാണ് ശുദ്ധീകരിക്കേണ്ടത്, അഥവാ മലമൂത്ര വിസർജന സമയത്ത് ശുദ്ധീകരിക്കേണ്ടത് ഏറ്റവും നല്ലത് അഫ്ളലായ രീതി വെള്ളം കൊണ്ടാണ് എന്ന കാര്യമാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ശുദ്ധീകരണത്തിൻ്റെ വിഷയത്തിൽ വലിയ പ്രാധാന്യം നൽകിയിരുന്നു. അപ്പം അതിനുവേണ്ടി ഒരുങ്ങിയിരുന്നു. അപ്പം അങ്ങനെ പുറപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ വേലക്കാരനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അതൊരു പയ്യനോടൊപ്പം തന്നെ വേണ്ട സജ്ജീകരണങ്ങളും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി തന്നെ ആ ഒരു ഗൗരവത്തോടു കൂടി അതിനുവേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറാകുകയും പുറപ്പെടുകയും ചെയ്തു. കാരണം പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഇപ്പോൾ നമുക്ക് പരിചയമുള്ള, അതായത് വീട്ടിൽ ഉള്ള അല്ലെങ്കിൽ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഈ ബാത്റൂം ടോയ്ലറ്റ് സംവിധാനം ഇല്ലായിരുന്നു. അവർ ശരിക്കും വിശാലമായ പറമ്പിലേക്കോ മറ്റൊക്കെ പോയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ നിർവഹിച്ചിരുന്നത്. ഇത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ബാബുൽ ഇസ്തിൻജാഇ ബിൽമാ, വെള്ളം കൊണ്ടുള്ള ഇസ്തിൻജാഇൻ്റെ അധ്യായത്തിലാണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഈ ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന പ്രധാനപ്പെട്ടൊരു പാഠം, വെള്ളം കൊണ്ട് നമുക്ക് മതിയാക്കാവുന്നതാണ്. അതായത് മലമൂത്ര വിസർജന സമയത്ത് വെള്ളം കൊണ്ട് ശുദ്ധീകരിച്ച് മതിയാക്കാവുന്നതാകുന്നു. പണ്ഡിതന്മാർ അതിൻ്റെ ഏറ്റവും അഫ്ളലായ രീതി അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നത്, വെള്ളം കൊണ്ട്. ഇനി വെള്ളമില്ല, ശുദ്ധീകരണം നടക്കണമല്ലോ, അപ്പോഴെന്താണ്? മുമ്പൊക്കെ കല്ലുകൾ കൊണ്ട് 3 കല്ലുകൾ കൊണ്ട് കുറയാൻ പാടില്ല എന്നാണ്. 3 കല്ലുകളിൽ കുറയാൻ പാടില്ല. അപ്പോൾ 3 പ്രാവശ്യമെങ്കിലും വെള്ളം കൊണ്ട് അല്ലാത്ത വസ്തുക്കളാണെങ്കിൽ, ഇപ്പോഴത്തെ നമ്മുടെ ടിഷ്യൂ പേപ്പർ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് 3 പ്രാവശ്യമെങ്കിലും അത് നിർവഹിച്ചിരിക്കണം. അവിടെ ശുദ്ധീകരണം ശരിക്ക് നടന്നിരിക്കണം എന്നാണ്. എന്നാൽ രണ്ടും സംയോജിപ്പിച്ചു കൊണ്ടുള്ള ഒരു രീതി പണ്ഡിതന്മാർ, ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതായത് ഏറ്റവും അഫ്ളലായ രീതി എന്താണ്? വെള്ളവും അല്ലാത്ത വസ്തുക്കളും സംയോജിപ്പിച്ചുകൊണ്ട്, കല്ലും ഒക്കെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു രീതി. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്. പക്ഷേ ആ വിഷയത്തിൽ കൃത്യമായ ഹദീസ് എനിക്കറിയില്ല, മനസ്സിലായല്ലോ. പക്ഷേ പണ്ഡിതന്മാർ ഈ ശുദ്ധീകരണത്തിൻ്റെ വിഷയത്തിൽ അതിൻ്റെ അക്മലായ രീതി എന്ന നിലയ്ക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി പറഞ്ഞു, വഇൻ അറാദ ലിഖ്തിസാറ അലാ അഹദിഹിമാ ഫൽമാഉ അഫ്ളൽ. അതായത് വെള്ളത്തിൽ ഒതുങ്ങിക്കൊണ്ടുള്ള ഒരു രീതി ഉദ്ദേശിക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ വെള്ളമാണ്, അതായത് വെള്ളമാണോ അതോ കല്ലാണോ? നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഏറ്റവും അഫ്ളലായ രീതി ഏതാണ്? വെള്ളമാണ്, ഇതിന് സംശയമില്ല, മനസ്സിലായല്ലോ. ഇതിൻ്റെ ഹദീസാണ് ഈ വിഷയത്തിലുള്ള തെളിവ്. വഇൻ ഇഖ്തസറ അലൽ ഹജരി അജ്സഅഹു. വെള്ളമുണ്ട്, അതേപോലെ നമുക്ക് ശുദ്ധീകരിക്കാൻ പറ്റുന്ന, ഇപ്പോൾ ടിഷ്യൂ പേപ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരാൾക്ക് ടിഷ്യൂ കൊണ്ട് മാത്രം മതിയാക്കണം, അത് ഹറാമാണോ? അല്ല, അതുകൊണ്ടും
പറ്റും. വഇൻ ഇഖ്തസറ അലൽ ഹജരി അജ്സഅഹു ബിഗൈരി ഖിലാഫിൻ ബൈന അഹ്ലിൽ ഇൽം. പണ്ഡിതന്മാർക്കിടയിൽ ആ വിഷയത്തിൽ ഖിലാഫില്ല എന്ന്. മഹാനായ ഇബ്നു ഖുദാമ റഹിമഹുല്ലാ, അബ്ദുൽ ഗനി മഖ്ദിസി റഹ്മത്തുള്ളാഹി അലൈഹി കാലഘട്ടത്തിൽ ജീവിച്ച അവർ, കുടുംബബന്ധമുണ്ട്, ഒരുമിച്ച് ഹദീസ് പഠിച്ച പണ്ഡിതന്മാരാണ്. ഇബ്നു ഖുദാമ റഹിമഹുല്ലാ അദ്ദേഹം ഫിഖിൽ മികവ് നേടി. അബ്ദുൽ ഗനി മഖ്ദിസി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിൻ്റെ വിഷയത്തിൽ കൂടുതൽ അവഗാഹം നേടി. അൽ മുഗ്നി ഷർഹ് മുഖ്തസറിൽ ഖിറഖി ഇബ്നു ഖുദാമയുടെ വിസ്മയകരമായ ഒരു ഗ്രന്ഥമാണ്. 10 വാല്യങ്ങളിൽ അച്ചടിക്കപ്പെട്ട വിശാലമായ ഫിഖിലെ അറിയപ്പെട്ട ഗ്രന്ഥമാണ് അൽ മുഗ്നി ഷർഹ് മുഖ്തസറിൽ ഖിറഖി. ഇമാം ഖിറഖിയുടെ മുഖ്തസറിൻ്റെ ഷർഹാണത്. അതായത് ഷാമിൽ ഇമാം ഔസാഇക്ക് ശേഷം ഇത്ര വലിയൊരു ഹദീസ് ഈ ഇമാം കർമ്മശാസ്ത്ര പണ്ഡിതൻ വന്നിട്ടില്ല എന്നാണ് ഇബ്നു തൈമിയ്യ പറയുന്നത്. ഇത്രക്കും മഹാപാണ്ഡിത്യവും സലഫി അഖീദക്കാരനുമായിരുന്നു. അതായത് പ്രത്യേകിച്ച് മുൻഗാമികളായ ഹനാബിലത്ത് പണ്ഡിതന്മാർ അവരുടെ അഖീദ എന്തായിരിക്കും? പൊതുവെ സലഫി അഖീദയായിരിക്കും. അതായത് ഇപ്പം അൽ ഹാഫിദ് അബ്ദുൽ ഗനി മഖ്ദിസി റഹിമഹുല്ലാഹ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് അദ്ദേഹം സലഫിയാണ്. ഇബ്നു ഖുദാമ സലഫി അഖീദക്കാരനാണ്. അങ്ങനെ പല ഹംബലി ഇമാമിയങ്ങളും സലഫി അഖീദക്കാരായിരിക്കും. പിന്നെ ഇവിടെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട വേറൊരു വിഷയം, അഥവാ ഇതിൻ്റെ ഒരു പൂർത്തീകരണത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് ഞാനും ഒരു പയ്യനും, എന്നെപ്പോലെയുള്ള ഒരു പയ്യനും ഇദാമത്തെ മിമ്മ, അതായത് ഒരു പാത്രത്തിൽ വെള്ളവുമായിട്ട് ഞങ്ങൾ പുറപ്പെടും. വ അനസ, പാത്രത്തോടൊപ്പം എന്തുണ്ടാവും? ഒരു കുന്തം ഉണ്ടാവുന്നു. അപ്പോൾ എന്താണത്? അത് പണ്ഡിതന്മാർ പറയുന്നു, ഒന്നുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുദൂക്ക് എടുത്തതിന് ശേഷം ഒരു മറക്ക് വേണ്ടി അത് ഉപയോഗപ്പെടുത്തുന്നു. അതായത് നമസ്കരിക്കുമ്പോൾ എന്താണ്? ഇദാ സല്ല അഹദുക്കും ഫൽയുസല്ലി ഇലാ സുത്ര, ഒരു മറ ഉണ്ടായിരിക്കണം. അതായത് ബഹുഭൂരിപക്ഷം ഫുഖഹാക്കളും പറയുന്നു അത് ശരിക്കും എന്താണ്? പ്രബലമായ സുന്നത്താണെന്ന്. ചില പണ്ഡിതന്മാർ വാജിബാണെന്ന് പറയുന്നവരുമുണ്ട്. മനസ്സിലായല്ലോ. എന്നാൽ ഹറമിൽ, ഈ നമ്മുടെ മക്ക അല്ലെങ്കിൽ മക്ക ഹറമിൽ ആ വലിയ തിരക്ക് കാരണം പണ്ഡിതന്മാർ പല പണ്ഡിതന്മാർ ഷെയ്ഖ് ഇബ്നു ബാസ് പോലെ പണ്ഡിതന്മാരൊക്കെ ഇളവ് നൽകിയിട്ടുണ്ട്. കാരണം സുത്ര എപ്പോഴും പാലിക്കണമെന്ന് നമുക്ക് സാധിക്കണമെന്നില്ല, വലിയ തിരക്കൊക്കെ വരുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു പ്രയാസകരമായ ഘട്ടത്തിലൊഴികെ നമ്മൾ ഈ ഒരു സുത്ര ശരിക്ക് പാലിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ. അതേപോലെ തന്നെ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ മറ? കാരണം ഈ ആൾക്കാർ പാസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമസ്കാരം എന്താണ്? മുറിഞ്ഞു പോകും. മനസ്സിലായല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ നമസ്കരിക്കുമ്പോൾ നമ്മൾ ആ മറ ശരിക്ക്, ആ സുത്ര നമ്മൾ പാലിച്ചിരിക്കണം. അപ്പോൾ അതിനു വേണ്ടിയാണെന്നൊരു വ്യാഖ്യാനം. എന്നാൽ പല പണ്ഡിതന്മാരും വേറെ പല വ്യാഖ്യാനങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ മൂത്രമൊഴിക്കാൻ പോകുമ്പോൾ തുറന്ന സ്ഥലമാകുമ്പോൾ ചിലപ്പോൾ ഉറച്ച മണ്ണായിരിക്കും. അപ്പോൾ ഈ ഒരു ആയുധം കൊണ്ട്, ഈ വടി കൊണ്ട് അവിടെ ശരിക്ക് ഒന്ന് കുഴിച്ച് അവിടെ മയപ്പെടുത്തും. അപ്പോൾ മൂത്രം തെറിക്കാതിരിക്കാൻ വേണ്ടി. അതൊക്കെ സൂക്ഷ്മതയുടെ ഭാഗമായിട്ടാണ്. മറ്റെന്താ ഞാൻ ഉറച്ച ഒരു സ്ഥലത്ത് നമ്മൾ മൂത്രമൊഴിക്കുമ്പോൾ അതേപോലെ ഇങ്ങനെ തെറിച്ച് വരും. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശരിക്കും ഈ നിന്ന് മൂത്രമൊഴിക്കുമ്പോഴൊക്കെ അവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. ചില സാഹചര്യത്തിൽ നിന്ന് മൂത്രമൊഴിക്കേണ്ട അവസ്ഥ വരും. പക്ഷേ വസ്ത്രത്തിലാകാതെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അതൊക്കെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണല്ലോ. നമ്മൾ കഴിയുന്നതും സൂക്ഷ്മത പാലിക്കണം. അശ്രദ്ധ കാണിച്ച് നമ്മൾ അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമസ്കാരത്തെ ബാധിക്കും, നമ്മുടെ തഹാറയെ ബാധിക്കും. ഇതൊക്കെ നാം ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഈ ജന്തുക്കൾ വരാതിരിക്കുവാൻ വേണ്ടി, അങ്ങനെ വല്ല അപകടകരമായ ജന്തുക്കളും വന്നു കഴിഞ്ഞാൽ അവരെ തടസ്സപ്പെടുത്തുവാനും ഈ ആയുധം കൊണ്ട് പറ്റും എന്ന വ്യാഖ്യാനം പണ്ഡിതന്മാർ ഇമാം ഖസ്തലാനിയുടെ സഹീഹുൽ ബുഖാരിയുടെ ശറഹിൽ കാണാൻ സാധിക്കും. അവിടെ പറയുന്നുണ്ട്, അതായത് ഔ യംനഉ ബിഹാ മാ യഅരിദു മിനൽ ഹവാം ഔ യർകുസുഹാ ബിജംബിഹി ലിതകൂന ഇശാറതൻ ഇലാ മൻഇ മൻ യറൂമുൽ മുറൂറ ബിഖുർബിഹി. അതായത് വേറൊരു ഫായിദ എന്താണ്? ഇപ്പോൾ മുമ്പൊന്നും ഞാൻ പറഞ്ഞല്ലോ ഈ ടോയ്ലറ്റ് സംവിധാനം ഇല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കുന്തം നമ്മൾ ശരിക്കും ഉറപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരാളെന്താണ്, അയാളുടെ ആവശ്യം നിർവഹിക്കുകയാണ്, മൂത്രമൊഴിക്കുകയാണ് എന്നൊരു അടയാളം കൂടിയാണ് അത്. അതേപോലെ തന്നെ അത് വെച്ച് മറക്കുവാൻ വേണ്ടി, ഒരു മറക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ഔറത്ത് വെളിപ്പെടാതിരിക്കുവാൻ വേണ്ടിയുള്ള. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ആ ഒരു വടി അവിടെ സ്ഥാപിച്ച്
ഒന്നാണ് അതിൻ്റെ കൂടെ പിന്നെ ഒരു തുണിയോ മറ്റോ വിരിച്ചു കഴിഞ്ഞാൽ ഒരു മറക്ക് വേണ്ടിയാണ് എന്നും പണ്ഡിതന്മാർ വ്യാഖ്യാനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഹദീസും പിന്നീട് നമ്മൾ എടുത്ത് എന്താണ് അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസാണ്. നമ്പർ 17 عن أبي قتادة الحارث بن ربعي الأنصاري رضي الله عنه أن النبي صلى الله عليه وسلم قال لا يمسكن أحدكم ذكره بيمينه وهو يبول ولا يتمسح من الخلاء بيمينه ولا يتنفس في الإناء. أبو قتادة الحارث بن ربعي رضي الله عنه أنصارياയ സഹാബിയാണ്. അദ്ദേഹം ഹിജ്റ 54 മരണപ്പെട്ടു. അദ്ദേഹം ഉഹദ് പോർക്കളത്തിൽ അതേപോലെ തന്നെ ഹുദൈബിയ സന്ധിയിലൊക്കെ സാക്ഷിയായിട്ടുണ്ട്. ഫാരിസു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിൽ അറിയപ്പെട്ട സഹാബിയാണ്. അദ്ദേഹം ഉദ്ധരിച്ച ഹദീസാണിത്. അതായത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും മൂത്രമൊഴിക്കുകയാണെങ്കിൽ മുൻവശം ആരും വലത് കൈകൊണ്ട് പിടിക്കാൻ പാടില്ല. വലാ യതമസ്സഹ് മിനൽ ഖലാഇ ബിയമീനി, ശുദ്ധീകരിക്കുന്ന സമയത്തും വലത് കൈകൊണ്ട് പിടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ തടവാൻ പാടില്ല. വലാ യതനഫസ് ഫിൽ ഇനാ, അപ്പോൾ വലത് കൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദരിക്കപ്പെടേണ്ട കൈയാണ്. നമ്മളെന്താണ് കൈ സലാം കൊടുക്കുമ്പോൾ തഹീദ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കൈയാണത്. അപ്പോൾ അതേപോലെ തന്നെ ഇസ്ലാമിൽ മാന്യമായ ബഹുമാനമുള്ള ആദരവുള്ള കാര്യങ്ങളൊക്കെ നാം വലതുവശം കൊണ്ട് ആരംഭിക്കണമെന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് അപ്രകാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി വാരുമ്പോൾ അതേപോലെ തന്നെ ശുദ്ധീകരിക്കുമ്പോൾ വുദു എടുക്കുമ്പോൾ അങ്ങനെയൊക്കെ എന്താണ് വലതുവശം കൊണ്ടാണ് തുടങ്ങാറുള്ളത്. അപ്പോൾ ആ ഒരു സുന്നത്ത് നാം പാലിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ വലത് കൈ എന്നത് ശരിക്കും നമ്മൾ ആദരിക്കേണ്ടതാണ്. ലാ യുംസിക്കന്ന അഹദുക്കും ദക്കറഹു ബിയമീനിഹി വഹുവ യബൂൽ, മൂത്രമൊഴിക്കുമ്പോൾ അല്ലാത്ത സന്ദർഭത്തിൽ ആവശ്യം വന്നാൽ ആ ഒരു കറാഹത്ത് നീങ്ങിപ്പോകുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വലാ യതമസ്സഹ് മിനൽ ഖലാഇ ബിയമീനിഹി വലാ യതനഫസ് ഫിൽ ഇനാ. അപ്പോൾ ശരിക്ക് നാം മലമൂത്ര വിസർജന സമയത്ത് വലത് കൈ കൊണ്ട് ശുദ്ധീകരിക്കുന്ന സ്വഭാവം പല ആൾക്കാർക്കുമുണ്ട്. അപ്പോൾ അത് ശരിക്കും ഈ ഹദീസിന് എതിരാണ്. അപ്പോൾ അതിൽ നമ്മൾ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. നമ്മൾ ശരിക്കും സുന്നത്തിനനുസരിച്ച് നമ്മൾ വഴങ്ങണം. മനസ്സിലായല്ലോ? അത് നമ്മൾ ശീലിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇടത് കൈ കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിർവഹിക്കേണ്ടത്, ശുദ്ധീകരിക്കേണ്ടത്. അതേപോലെ അപ്പോൾ എന്താണ്, പിടിക്കാനും പാടില്ല, അതേപോലെ തന്നെ തടവാനും ശുദ്ധീകരിക്കാനും പാടില്ല. വലാ യതനഫസ് ഫിൽ ഇനാ, അതേപോലെ ഈ കുടിക്കുന്ന വെള്ളത്തിൽ എന്താണ്, ശ്വാസം വിടാൻ പാടില്ല. ഇതൊക്കെ ശരിക്ക് ഈ നഹി വന്ന സംഗതികളാണ്. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഈ ലഫ്ദ് ആരുടേതാണ്? ഇമാം മുസ്ലിമിൻ്റെ ലഫ്ദാണിത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായം കുറിക്കുന്നുണ്ട്. ബാബുൻ ലാ യുംസികു ദക്കറഹു ബിയമീനിഹി ഇദാ ബാൽ, മൂത്രം ഒഴിക്കുകയാണെങ്കിൽ വലത് കൈ കൊണ്ട് അവൻ പിടിക്കാൻ പാടില്ല എന്നതിൻ്റെ അധ്യായം. അൽ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി പറഞ്ഞു, അഷാറ ബിഹാദിഹി തർജമ. എന്താ തർജമ എന്ന് വെച്ചാൽ? എന്ന് പറഞ്ഞാൽ ഒരു ഹദീസിൻ്റെ ടൈറ്റിൽ. മനസ്സിലായല്ലോ? കാരണം തർജമ എന്ന വാക്കിന് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന അർത്ഥം എന്താണ്? ട്രാൻസ്ലേഷൻ എന്നാണ്. പക്ഷേ പണ്ഡിതന്മാർ ഇവിടെ ഹദീസിൻ്റെ വിഷയത്തിൽ തർജമ എന്ന് പറയുന്ന അർത്ഥം, അതായത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിൽ ഉദ്ധരിക്കുമ്പോൾ എന്താണ് ടൈറ്റിൽ കൊടുക്കും, ഉൻവാന് കൊടുക്കും. അതെന്താ പറയുക? തർജമ എന്ന്. ഫിഖ്ഹുൽ ബുഖാരി ഫി തറാജിമിഹി, ഇമാം ബുഖാരിയുടെ ഫിഖ് മനസ്സിലാക്കണമെങ്കിൽ ടൈറ്റിലുകൾ നോക്കിയാൽ മതിയെന്ന്. കാരണം ഓരോ ഹദീസിനും കൊടുത്ത് എന്താണ് തലവാചകം, ഇതിന് ശരിക്കും നല്ല അറിവ് ഉണ്ട്, ഇൽമുണ്ട് എന്ന് പണ്ഡിതന്മാർ സമ്മതിച്ച കാര്യമാകുന്നു. ഇബ്നു ഹജർ പറഞ്ഞു, ഈ തർജമ കൊണ്ട് ഇമാം ബുഖാരി സൂചിപ്പിക്കുന്നത് ഇലാ അന്ന നഹ്യൽ മുത്ലഖ അൻ മസ്സി الذكر باليمين كما في الباب قبله محمول على المقيد بحالة البول, മൂത്രമൊഴിക്കുന്ന സമയത്തുള്ള വിലക്കാണ് ഇത്. അല്ലാതെ ഇപ്പോൾ ഒരാൾ വലത് കൈ കൊണ്ട് പിടിച്ചെന്ന് വെക്കുക, അതെന്താണ് ഈ നഹിയിൽ, ഈ വിലക്കിൽ പെടില്ല, ഹദീസിന് എതിരാണെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. ഫയകൂനു മാ അദാഹു മുബാഹൻ, അപ്പം അതിൻ്റെ അസ്ൽ എന്താണ്? മുബാഹാകും എന്നാണ്. അതായത് ഈ ഒരു മൂത്രമൊഴിക്കാത്ത സമയത്താണെങ്കിൽ, സാധാരണയുള്ള സമയത്താണെങ്കിൽ അതെന്താണ്? അസ്ലി മുബാഹാണ്. വല്ലാഹു തആല അഅലം. അതേപോലെ ഇപ്പോൾ ഇവിടെ എന്താണ്, പല സംഗതികളും ഈ ഹദീസ് വന്നിട്ടുണ്ട്. അതായത് 3 വിലക്കാണ് വന്നത്.
ഒന്ന് പിടിക്കുന്ന വിഷയം, രണ്ട് വലാ യതമസ്സഹ് മിനൽ ഖലാഇ ബിയമീനിഹി എന്ന് പറഞ്ഞാൽ തുടക്കാൻ പാടില്ല എന്ന്. ശുദ്ധീകരിക്കുന്ന സമയത്ത് നമ്മൾ തുടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതും വലതുകൊണ്ട് ചെയ്യാൻ പാടില്ല. മൂന്നാമത്തെ വിലക്ക് എന്താണ്? പാത്രത്തിൽ ശ്വാസം വിടാൻ പാടില്ല എന്ന്. നമ്മൾ വെള്ളം കുടിക്കുമ്പം അതിലെന്താണ് നമ്മൾ ശ്വാസം വിടുക, അല്ലെങ്കിൽ വേറെ ഹദീസിൽ സഹീഹായ ഹദീസിൽ എന്താണ് ഊതാൻ പാടില്ല എന്നും വിലക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് ഹദീസ്? നഹാ അൻ യുതനഫസ ഫിൽ ഇനാഇ ഔ യുൻഫഖ ഫീഹി ഔ യുൻഫഖ ഫീഹി, അതായത് ശ്വാസം വിടാനും പാടില്ല ഊതാനും പാടില്ല എന്ന്. ഇത് ഇമാം അബൂദാവൂദ് തിർമിദിക്ക് റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസാണ്. പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നു, ഈ വിലക്ക് തഹ്രീമിൻ്റെ വിലക്കാണോ കറാഹത്തിൻ്റെ വിലക്കാണോ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യങ്ങൾ ഒന്നുകിൽ അത് ഹറാമായിരിക്കും, അല്ലെങ്കിൽ എന്താണ് അത് കറാഹത്തായിരിക്കും. അപ്പോൾ അതിന് പണ്ഡിതന്മാർ ഒരു മാനദണ്ഡം പറഞ്ഞു വെച്ചാൽ, പല മാനദണ്ഡങ്ങളുമുണ്ട്. കറാഹത്താൻ അറിയിക്കുന്ന വേറെ ഹദീസുകളുണ്ടെങ്കിൽ അങ്ങനെ. അതല്ല, അദബുകളുമായി ബന്ധപ്പെട്ട ആദാബുമായി ബന്ധപ്പെട്ട പല വിലക്കും കറാഹത്തിൻ്റെ വിലക്കാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇതൊക്കെ എന്താണ്? മര്യാദകൾ പഠിപ്പിക്കുന്ന പശ്ചാത്തലത്തിലുള്ള വിലക്കാണ്. അതെന്താണ്? കറാഹത്തിൻ്റെ വിലക്കായിരിക്കും. മനസ്സിലായല്ലോ. അപ്പോൾ അതൊരു പണ്ഡിതന്മാർ പഠിപ്പിച്ചൊരു ഖാഇദയാണത്. ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു നൈലുൽ ഔത്താറിൽ, ഔ യുൻഫഖ ഫീഹി, ഊതാനും പാടില്ല എന്നൊരു ഹദീസിൽ വേറെ ഉണ്ടല്ലോ, ഈ റിപ്പോർട്ടിലുണ്ടല്ലോ. ഐ ഫിൽ ഇനാഇ അല്ലദി യശ്റബു മിൻഹു വൽ ഇനാഉ യശ്മലു ഇനാഅ അത്ത്അാമി വശ്ശറാബ് ഫലാ യൻഫഖു ഫിൽ ഇനാഇ ലിയദ്ഹബ മാ ഫിൽ മാഇ മിൻ ഖദാറത്തിൻ വനഹ്വിഹ ഫഇന്നഹു ലാ യഖ്ലു അൻ-നഫ്ഖു ഗാലിബൻ മിൻ മുസാഖിൻ യുസ്തഖ്ദറു മിൻ എന്ന് പറഞ്ഞാൽ, ഈ ഊതാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഊതുമ്പോൾ അല്ലെങ്കിൽ ശ്വാസം വിടുമ്പോൾ അവിടെയൊക്കെ എന്താണ് പല അണുക്കളും ഈ വെള്ളത്തിൽ കൂടിച്ചേരും. അപ്പോൾ അതൊക്കെ എന്താണ് ഹാനികരമാണ്. അത് കുടിക്കുന്ന ആൾക്കും, അല്ലെങ്കിൽ മുമ്പൊക്കെ പലപ്പോഴും ആ ഒരു വലിയ പാത്രത്തിന് എല്ലാവരും ഷെയർ ചെയ്ത് കുടിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റുള്ളവർക്കും അതെന്താണ് ഉപദ്രവമായി തീരും. അപ്പോൾ എന്താണ് ചൂടുള്ള ചായ, ഇപ്പോൾ നമ്മളൊക്കെ സാധാരണ ചിലപ്പോൾ ചൂടുള്ള ചായ നമ്മൾ ഊതി കുടിക്കും അല്ലേ, അല്ലെങ്കിൽ നല്ല ചൂടുള്ള ഭക്ഷണമാണെങ്കിൽ ഊതിപ്പോകും. അപ്പോൾ അതൊക്കെ നമ്മൾ നിർത്തി വെക്കുക, അല്പം ചൂട് അടങ്ങിയതിന് ശേഷം നാം കഴിക്കുക. അതാണ് ശരിക്കും സുന്നത്തും. അതായത് നമ്മൾ ചില ആൾക്കാർക്ക് തിളച്ച വെള്ളം അങ്ങനെ തന്നെ വെള്ളം ചായ കുടിക്കണം. നമ്മുടെ പല ആൾക്കാരും അങ്ങനെ കാണാറുണ്ട് നമ്മൾ. അതായത് തിളച്ച ആ ചായ അങ്ങനെ തന്നെ കുടിച്ചാലുള്ളൂ അത് ശരിയാവുള്ളൂ, ആ ചായ ആകുള്ളൂ. അപ്പോൾ അത് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ തിളപ്പ് അല്പം മാറിയതിന് ശേഷമാണ് നമുക്ക് ചൂടോടെ കുടിക്കാം. അതിന് പ്രത്യേക ഹദീസുമുണ്ട്. അസ്മാ ബിൻതു അബീ ബക്കർ റളിയല്ലാഹു അൻഹ പറഞ്ഞ ഒരു ഹദീസാണത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് അത് വെറുത്തിരുന്നു. അങ്ങനെ ഒരു പിന്നെ തിളപ്പോടെ ശരിക്ക് ഭക്ഷണം കഴിക്കരുത്, അതിൻ്റെ ആ തിളപ്പ് മാറിയതിന് ശേഷം നിർദ്ദേശം നബി വസല്ലം കൊടുത്തിട്ടുണ്ട്. വകാനത് അസ്മാഉ ബിൻതു അബീ ബക്കർ റളിയല്ലാഹു അൻഹ ഇദാ സനഅത് الثريد غطته شيئا حتى يذهب فوره. അതായത് അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ ഭക്ഷണം തിളച്ച ഭക്ഷണം മൂടി വെക്കും, അതിൻ്റെ ആ തിളപ്പൊന്ന് പോകാൻ വേണ്ടി. ثم تقول إني سمعت رسول الله صلى الله عليه وسلم يقول إنه أعظم للبركة. അതാണ് ബറക്കത്തിന് കൂടുതൽ നല്ലത്, ഉത്തമം. അപ്പോൾ ഭക്ഷണത്തിൻ്റെ ബറക്കത്തിൻ്റെ സംഗതി ഉണ്ടല്ലോ. അപ്പോൾ കൂടുതൽ ബറക്കത്തിന് ഉചിതമായത് എന്താണ്? ആ തിളപ്പൊന്ന് ആറിയതിന് ശേഷം. ഇത് ഇമാം ഇബ്നു ഹിബ്ബാനും ഹാക്കിം റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസാകുന്നു. അപ്പോൾ അതിന് നമ്മൾ എന്താണ് ഊതലല്ല പരിഹാരം എന്നാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. പിന്നീട് നമ്മൾ പഠിച്ച ഹദീസ് 18 നമ്പർ ഹദീസാണ്. അൻ അബ്ദില്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല മറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖബ്റൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ഖബർ അരികിലേക്ക് പോയി. فقال إنهم يعذبان. ഇവർ 2 പേർക്കും എന്താണ് ശിക്ഷ അനുഭവിക്കുന്നുണ്ട്, 2 പേരും ശിക്ഷിക്കപ്പെടുകയാണ്. നഊദു അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. വമാ യുഅذبان في كبير أما أحدهما فكان لا يستتر من البول وأما الآخر فكان يمشي بالنميمة فأخذ جريدة رطبة فشقها نصفين. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2
ഖബറിൻ്റെ അരികിൽ വന്ന് നബി വസല്ലം പറഞ്ഞ ഒരു ഹദീസാണിത്, പ്രസ്താവിച്ച ഹദീസാണ്. എന്താണ്? അവർ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടുകയാണ്. വമാ യുഅദ്ദബാനി ഫീ കബീർ, വലിയ കാര്യത്തിലല്ല അവർ ശിക്ഷിക്കപ്പെടുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? വമാ യുഅദ്ദബാനി ഫീ കബീർ, അല്ല. അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ബാഹ്യമായ ആ വാചകം വായിച്ചാൽ മനസ്സിലാകുക. പക്ഷെ വമാ യുഅദ്ദബാനി ഫീ കബീർ എന്ന് പറഞ്ഞാൽ, അതായത് ഒഴിവാക്കാൻ അത്ര പ്രയാസകരമായ കാര്യങ്ങളിലല്ല അവർ ശിക്ഷിക്കപ്പെടുന്നത്. വമാ യുഅദ്ദബാനി ഫീ കബീർ, അതായത് അവർക്ക് പ്രയാസകരമായ വലിയ കാര്യത്തിൻ്റെ പേരിലല്ല അവർ ശിക്ഷിക്കപ്പെടുന്നത്. അവർക്ക് സൂക്ഷ്മത പാലിച്ചിരുന്നുവെങ്കിൽ അതൊക്കെ ഒഴിവാക്കാമായിരുന്നു, ശിക്ഷയുടെ കാരണം ഒഴിവാക്കാമായിരുന്നു. വമാ യുഅദ്ദബാനി ഫീ കബീർ അമ്മ അഹദുഹുമാ ഫകാന ലാ യസ്തതിറു മിനൽ ബൗൽ. അതിൽ ഒരു കാര്യം എന്താണ്? അതായത് മൂത്രം ഒഴിക്കുമ്പോൾ സൂക്ഷ്മത പാലിക്കാതിരിക്കുക, ശുദ്ധീകരിക്കാതിരിക്കുക. ഫകാന ലാ യസ്തതിറു, ലാ യതനസ്സഹു, ശുദ്ധീകരിക്കാതിരിക്കുക. ലാ യതഹഫദു, സൂക്ഷ്മത പാലിക്കാതിരിക്കുക. അപ്പോൾ മൂത്രം ഒഴിക്കുമ്പോഴൊക്കെ തെറിക്കുന്നത് പല ആൾക്കാർക്കും പ്രശ്നമല്ല, അത് തെറിച്ചാലും പ്രശ്നമല്ല, അങ്ങനെ തന്നെ നമസ്കരിക്കും. അല്ലെങ്കിൽ മൂത്രം മൊഴിച്ചിട്ട് പല ഭാഗത്തും വസ്ത്രത്തിലായി എന്ന് ഉറപ്പ് വന്നിട്ടും അതൊന്നും ശുദ്ധീകരിക്കാതിരിക്കുക. അതൊക്കെ നാം ശ്രദ്ധിക്കേണ്ടതാണ്. മനസ്സിലായല്ലോ? നമ്മൾ എല്ലാ സൂക്ഷ്മത പാലിച്ചിട്ടും പിന്നീട് നമുക്കറിയാതെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. അതിനാണ് അൽ അഫു അൻ യസീരിൻ നജാസ, നിസ്സാരമായ, നമുക്ക് സൂക്ഷ്മത പാലിച്ചിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത നിസ്സാരമായ നജാസ നമ്മുടെ ശരീരത്തിലോ അല്ലെങ്കിൽ വസ്ത്രത്തിലോ ആയി കഴിഞ്ഞാൽ ഫഹു മഅഫൂൻ അൻഹ, അതെന്താണ്? നമുക്കതിന് വിട്ടുവീഴ്ച ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ അതിൽ ശിക്ഷിക്കപ്പെടുകയില്ല. മനസ്സിലായി? ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. അപ്പോൾ ഇവിടെ ഇന്നഹുമാ ലാ യുഅദ്ദബാനി വമാ യുഅദ്ദബാനി ഫീ കബീർ അമ്മ അഹദുഹുമാ ഫകാന ലാ യസ്തതിറു മിനൽ ബൗൽ. ഒന്നാമത്തെ അയാൾക്ക് ശിക്ഷിക്കപ്പെടാനുള്ള കാരണം എന്താണ്? അയാൾ മൂത്രത്തിൽ നിന്ന് സൂക്ഷ്മത പാലിക്കാത്ത അല്ലെങ്കിൽ ശുദ്ധീകരിക്കാത്ത ആൾ. വഅമ്മൽ ആഖറു ഫകാന യംശി ബിൻ നമീമ, രണ്ടാമത്തെ ആൾ നമീമത്ത് കൊണ്ട്, ഏഷണി പറഞ്ഞുകൊണ്ട് അയാൾ നടക്കും എന്ന് പറഞ്ഞാൽ, നമീമത്ത് പറഞ്ഞ അർത്ഥമാണ്, അതായത് സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും കീലകാല പരത്തുക. എന്താണ്? പരസ്പരം ഭിന്നിക്കാനും അടിക്കാനും വേണ്ടി, പരസ്പര ബന്ധം വിച്ഛേദിക്കുവാൻ വേണ്ടി. മനസ്സിലായല്ലോ? ഫകാന യംശി ബിൻ നമീമ, അതായത് അക്സറു അദാബിൽ ഖബ്രി മിനൽ ബൗൽ. സഹീഹായ ഹദീസാണ്. അക്സറു അദാബിൽ ഖബ്രി മിനൽ ബൗൽ, അതായത് ഖബർ ശിക്ഷയിൽ അധികവും മൂത്രത്തിൻ്റെ വിഷയത്തിലാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ എത്രമാത്രം നാം സൂക്ഷ്മത പാലിക്കണം. അതൊക്കെ സൂക്ഷ്മത പാലിക്കേണ്ട വിഷയം തന്നെയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, അമിതമായ വസ്വാസ് പാടില്ല. നമ്മൾ ഇപ്പോൾ 3 പ്രാവശ്യം കഴുകണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ തുടക്കണമെന്ന് പറഞ്ഞു. കഴുകുന്ന വിഷയത്തിൽ എന്താണ്? 3 പ്രാവശ്യം ആ അക്കം നിർബന്ധമല്ല, ശുദ്ധീകരിക്കുക എന്നാണ്. അപ്പോൾ ശുദ്ധീകരിച്ചു എന്നിട്ട് നമ്മൾ അറിയാതെ പോലെ സംഭവിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അള്ളാഹു പുറത്തു വരും. പക്ഷേ നമ്മൾ സൂക്ഷ്മത പാലിക്കേണ്ട വിഷയമാണെങ്കിൽ സൂക്ഷ്മത പാലിക്കേണ്ടതാണ്. ആ സൂക്ഷ്മത ഇല്ലായ്മ ശരിക്കും അത് അപകടത്തിലേക്ക് എത്തിക്കും. അക്സറു അദാബിൽ ഖബ്രി മിനൽ ബൗൽ, ഇമാം ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തതിന് ശേഷം ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് കേട്ടോ. ഫക്കാന യംശി ഫഅഖദ ജരീദത റത്ബ, അങ്ങനെ ഈ 2 പേർക്കും ശിക്ഷിക്കപ്പെടും. 2 ഖബറുകളുണ്ട്, ആ 2 ഖബറാളികൾക്കും ശിക്ഷിക്കപ്പെടുകയാണെന്ന് നബി സല്ലല്ലാഹു പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഈന്തപ്പനയുടെ മടലെടുത്തിട്ട് 2 കഷണമാക്കി തിരിച്ചു. ഫഅഖദ ജരീദതൻ റത്ബ, അതായത് പച്ച മടലെടുത്തുകൊണ്ട് ഫശഖഹ നിസ്ഫൈൻ, 2 കഷണമാക്കി തിരിച്ചു. അങ്ങനെ ഓരോ ഖബറിലും ഓരോ മടൽ കഷ്ണം അവിടെ കുഴിച്ചു. ഫഖാലു യാ റസൂലല്ലാഹ്, അങ്ങനെ സഹാബിമാർ ചോദിച്ചു, റസൂലേ ലിമ ഫഅൽത ഹാദ, എന്തിനാണ് താങ്കൾ ഇത് പ്രകാരം ചെയ്തത്? ഖാല ലഅല്ലഹു യുഖഫഫു അൻഹുമാ മാ ലം യയ്ബസാ, അതായത് ഒരു പക്ഷേ ഇതുകൊണ്ട് അവർക്ക് ശിക്ഷയിൽ ഇളവ് കിട്ടും, നൽകപ്പെടും. മാ ലം യയ്ബസ, അത് ഉണങ്ങിയിട്ടില്ലെങ്കിൽ. അപ്പോൾ ഉണങ്ങുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വഹി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മടൽ എടുത്തു, 2 കഷണമാക്കി അവിടെ കുഴിച്ചു. അവർക്ക്
ശിക്ഷയിൽ ഇളവ് കിട്ടുവാൻ വേണ്ടി. പക്ഷേ ഇത് ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ശരിക്കും അത് വാഖിഅത്തു ഐനാണ്. അതായത് ആ സംഭവം അവിടെ സംഭവിച്ചു, നബിക്ക് വഹി ലഭിച്ചത് പ്രകാരം അങ്ങനെ ചെയ്തു എന്നല്ലാതെ അത് മാതൃകയാക്കിയിട്ട് മറ്റു സഹാബിമാർ അങ്ങനെ ഏതെങ്കിലും ഖബറിൻ്റെ അരികിൽ വെച്ച് അവിടെ ഒരു മരക്കഷണം അവിടെ കുഴിക്കുക, അത് ശിക്ഷയ്ക്ക് എന്താണ് ഇളവ് കിട്ടാവുന്ന ഒരു കാരണമാണെന്ന നിലയ്ക്ക് സഹാബിമാരോ സെലഫോ മാതൃകയായിട്ട് കാണിച്ചു തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പണ്ഡിതന്മാർ പറയുന്നു അപ്രകാരം നമ്മൾ ഇനി ചെയ്യുകയാണെങ്കിൽ ബിദ്അത്താണെന്ന്. മനസ്സിലായില്ലേ? അത് മാതൃകയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയും സഹാബികൾ അങ്ങനെ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാം. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മഹുല്ലാഹ് ചോദിക്കപ്പെട്ടു ഈ വിഷയത്തിൽ, ലാ യുശ്റഉ ദാലിക ബൽ ഹുവ ബിദ്അ. അതായത് ഖബറിൽ ഇങ്ങനെ നമ്മൾ ഒരു ഓല കഷ്ണം അല്ലെങ്കിൽ ഈന്തപ്പനയുടെ ഒരു മടൽ കഷ്ണം നമ്മൾ കുഴിച്ചിടുന്നത് ശരിക്കത് ബിദ്അത്താണ് എന്നും നമ്മുടെ പണ്ഡിതന്മാർ ഫത്വയിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ സഹോദരന്മാരെ, ഇവിടെ ഗുരുതരമായ 2 തിന്മകളാണ് നാം പഠിപ്പിക്കപ്പെട്ടത്. ഒന്ന്, നമ്മൾ മലമൂത്ര വിസർജനം നടത്തുമ്പോൾ നമ്മൾ ശുദ്ധീകരണത്തിൻ്റെ വിഷയത്തിൽ വീഴ്ച വരുത്തുക. അതെന്താണ്? ഖബർ ശിക്ഷയ്ക്ക് കാരണമാണ് എന്ന് നമുക്ക് പഠിപ്പിക്കപ്പെട്ടു. അതേപോലെ തന്നെ വളരെ ഗുരുതരമായ, നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ നിസ്സാരമായി കാണുന്ന പലതും അള്ളാഹുവിൻ്റെ അടുക്കൽ ഗുരുതരമായ സംഗതിയാണ്. ഏഷണി, പരദൂഷണം. ഇപ്പോൾ നമീമത്ത് നടന്നാണ് നഖ്ലുൽ കലാമി ബൈനന്നാസ് ലിഖസ്ദിൽ ഇഫ്സാദ്. ഈ പരസ്പര ബന്ധം എന്താ പറയുക, ആ ബന്ധം നശിപ്പിക്കുവാൻ വേണ്ടി, ഫസാദാക്കുവാൻ വേണ്ടി പരസ്പരം എന്താണ് സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും പരത്തുക. ഇതൊക്കെ വളരെ ഗുരുതരമായ പാപമാണ്. അപ്പോൾ ഇത് വൻദോഷമാണ്. അതായത് ശിക്ഷ കൊണ്ട്, ഖബർ ശിക്ഷ കൊണ്ട്, നരക ശിക്ഷ കൊണ്ട്, സ്വർഗം നിഷിദ്ധമാക്കപ്പെടുക എന്ന ശിക്ഷ കൊണ്ടൊക്കെ താക്കീത് ചെയ്യപ്പെട്ട തിന്മകൾ എന്തായിരിക്കും? വൻദോഷങ്ങളായിരിക്കും. വൻദോഷത്തിൻ്റെ ഒരു മാനദണ്ഡമാണത്. അതായത് ശിക്ഷ കൊണ്ട് താക്കീത് ചെയ്യപ്പെട്ട പാപങ്ങൾ അതെന്താണ്? വൻപാപങ്ങളാണ്. വൻപാപങ്ങൾ കബീറത്തിൻ്റെ ഒരു നിർവചനമാണിത്. അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, ലാ യദ്ഖുലുൽ ജന്നത ഖത്താത്ത്. അതായത് നമീമത്ത് പറഞ്ഞു നടക്കുന്നവൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ നമ്മളൊക്കെ ശരിക്ക് നമ്മുടെ നാവ് വളരെ സൂക്ഷിക്കേണ്ട ഒരു അവസ്ഥയാണ്. നമ്മുടെ സംസാരത്തിലൊക്കെ പലപ്പോഴും ഗീബത്ത്, നമീമത്തൊക്കെ കടന്നു വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും ചെറുതാവട്ടെ വലുതാകട്ടെ എല്ലാ പാകങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂന മിനൽ ഖാസിരീൻ. അപ്പോൾ ഈ വിഷയത്തിൽ ബുറൈദ റളിയല്ലാഹു അൻഹു എന്നൊരു സഹാബിയിൽ നിന്ന് അങ്ങനെ ചെയ്തതായിട്ടുള്ള ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് ബുറൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇജ്തിഹാദാണെന്നും മറ്റു സഹാബികൾ അതിനോട് യോജിച്ചിട്ടില്ല എന്നും നമ്മുടെ പണ്ഡിതന്മാർ ഫത്വ നൽകിയിട്ടുണ്ട്. സഹോദരന്മാരെ, ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നാം പഠിക്കാൻ പോകുന്ന ഹദീസുകളാണ് ഇവിടെ നാം ഉദ്ധരിക്കുന്നത്. അഥവാ നമ്മുടെ ദന്തശുദ്ധിയുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ്. സിവാക്ക് ഉപയോഗിക്കുന്ന, മിസ്വാക്ക് ഉപയോഗിക്കുന്ന, അതിന് പ്രേരിപ്പിക്കുന്ന ഹദീസുകളാണ് 19, 20, 21, 22 നമ്പർ ഹദീസുകൾ. അതിൽ 1-2 ഹദീസുകൾ ഇവിടെ നാം വായിക്കുന്നുണ്ട്. അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലൗലാ അൻ അശുഖ അലാ ഉമ്മതി ലഅമർതുഹും ബിസ്സിവാകി ഇൻദ കുല്ലി സ്വലാഹ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ലൗലാ അൻ അശുഖ അലാ ഉമ്മതി ലഅമർതുഹും ബിസ്സിവാകി ഇൻദ കുല്ലി സ്വലാഹ്. എൻ്റെ ഉമ്മത്തിന് പ്രയാസപ്പെടുമെന്ന് ഞാൻ ശരിക്ക് വിചാരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഓരോ നമസ്കാര സന്ദർഭത്തിലും സിവാക്ക് അഥവാ ദന്തശുദ്ധി നിർബന്ധമാക്കുമായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് പ്രയാസകരമായി തീരും എന്ന വിചാരമുണ്ടായതുകൊണ്ടാണ് അങ്ങനെ ഒരു കൽപ്പന, നിർദ്ദേശം വെക്കാഞ്ഞത്. അപ്പോൾ നിർബന്ധമാക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ഉപേക്ഷിച്ചാൽ എന്താണ്? ശിക്ഷയാവും, ഹറാമായി തീരും. അപ്പോൾ സിവാക്ക് എന്താണ്? അത്രക്കും പ്രബലമായ സുന്നത്താണ് എന്നാണ് ഈ ഹദീസിൽ നിന്ന് കിട്ടുന്നത്. പണ്ഡിതന്മാർ പറയുന്നു, ഇപ്പോൾ അറബികളൊക്കെ ഉപയോഗിക്കുന്ന മിസ്വാക്ക് തന്നെ ഉപയോഗിക്കണമെന്നുണ്ടോ? ഇല്ല. നമ്മളെ വായ ശുദ്ധീകരിക്കുക, ദന്തശുദ്ധി എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം.
അപ്പോൾ വായ വൃത്തിയായിരിക്കണം, ദുർഗന്ധങ്ങളൊന്നും വരാൻ പാടില്ല. അപ്പോൾ അതെന്താണ് ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിച്ച സംഗതിയാണത്. സുന്ന മുഅക്കദത്താണത്. അപ്പോൾ വാജിബാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് വാജിബാണെന്ന് വരെ എത്തിയിരുന്ന സംഗതിയാണത്. പക്ഷെ ഉമ്മത്തിന് പ്രയാസം ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആ ഒരു കൽപ്പന അമ്രായിട്ട് കൊടുത്തില്ല. ലൗല അൻ അശുഖ അല ഉമ്മത്തി ല അമർത്തുഹും, ഞാൻ കൽപ്പിക്കുമായിരുന്നു, ബിസ്സിവാക്കി, സിവാക്ക് കൊണ്ട്, ഇൻദ കുല്ലി സലാ, ഓരോ നമസ്കാരത്തിൻ്റെ വേളയിൽ. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന കാര്യമായ സിവാക്കായിരുന്നു അറാഖിൻ്റെ മിസ്വാക്ക്. അതായത് സഹീഹായ ഹദീസ് കാണാൻ സാധിക്കും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഈ അറാഖിൻ്റെ മരത്തിൻ്റെ മേലെ കയറി. എന്തിനു വേണ്ടി? കുന്തു അജിത്തനി സിവാക്ക് ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് അറാഖിൻ്റെ ഊദ് നബിക്ക് വേണ്ടി ഞാൻ പറിക്കുമായിരുന്നു എന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ അറാഖിൻ്റെ ഊദ് ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ടതായിരുന്നു. ഇപ്പോൾ പുതിയ ആധുനിക ശാസ്ത്രം ശരിക്കും പല പഠനങ്ങൾ നടത്തുകയാണ് അതായത് അറാഖ് ഊദിൻ്റെ ഔഷധ സിദ്ധികൾ സംബന്ധിച്ച്. അഥവാ മറ്റു ഏത് ഏറ്റവും നല്ല മാർക്കറ്റിൽ ലഭിക്കാവുന്ന എത്ര നല്ല പേസ്റ്റാണെങ്കിലും ഈ അറാഖ് ഊദിൻ്റെ ആ ഒരു ശരിക്കും അവസ്ഥയിലേക്ക് എത്തിപ്പെടുകയില്ല എന്നൊക്കെ പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചെന്ന് മാത്രമല്ല, അത് ശരിക്കും പ്രോത്സാഹിപ്പിച്ചിരുന്നു. അസ്സിവാഖു മത്ഹറത്തുൽ ലിൽ ഫം മർദാത്തുൽ ലിർറബ്. അതായത് സിവാക്ക് എന്ന് പറഞ്ഞാൽ വായക്ക് ശുദ്ധിയുമാണ്, അതേപോലെ തന്നെ റബ്ബിന് എന്താണ് തൃപ്തികരവുമാണ്. റബ്ബിന് തൃപ്തികരമായ കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വിശ്വാസികൾ എന്താണ് കൂടുതൽ പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു വിഷയമാണ്. നമ്മൾ നമസ്കരിക്കുമ്പോൾ, ഇപ്പം വുദു എടുക്കുമ്പോൾ, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ. കാരണം നമ്മൾ എന്താണ്, നമ്മളിപ്പോൾ ഒറ്റക്കാണെങ്കിലും ചില ആൾക്കാർക്ക് അങ്ങനെയുണ്ട്, ഒറ്റയ്ക്ക് ഓതുക, ഒറ്റയ്ക്ക് നമസ്കരിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. പ്രശ്നമാണ്. കാരണം ഇതൊക്കെ എഴുതിയെടുക്കുന്നതാരാണ്, ശ്രവിക്കുന്നതാണ്, മലക്കുകളുണ്ട്. ശരിയല്ലേ? വഇന്ന അലൈക്കും ലഹാഫിദീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ. അപ്പോൾ മാന്യന്മാരായ കിറാമായ കാതിബീങ്ങളായ കതബത്തായ മലക്കുകളെ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ അവർ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ യഅലമൂന മാ തഫ്അലൂൻ എന്താണ്, ഈ മാ എന്താണ്, ഉമൂമിൻ്റെതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും, അത് ബാഹ്യമായ പ്രവർത്തനങ്ങളാകട്ടെ ആന്തരികമായ പ്രവർത്തനങ്ങളാകട്ടെ, അതായത് അൽ അഅ്മാലുൽ ഖൽബിയ അടക്കം അതിൽ പെടുമെന്നാണ്. മനസ്സിലായല്ലോ? അത്രക്കും ഗൗരവപ്പെട്ടൊരു വിഷയമാണിത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ രഹസ്യം? നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മാത്രമല്ല, നമ്മൾ ഇപ്പോൾ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നല്ല വായ ശുദ്ധീകരിക്കുക, അല്ലാതെ ദിക്ർ ചൊല്ലുമ്പോഴൊക്കെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട സംഗതിയാണത്. ഇന്നൽ മലായികത തതഅദ്ദാ മിമ്മാ യതഅദ്ദാ മിൻഹു ബനു ആദം. അപ്പം മനുഷ്യർക്ക് ഏതൊക്കെയാണോ ഉപദ്രവകരമായി അനുഭവപ്പെടുന്നത് ആ കാര്യങ്ങളൊക്കെ മലക്കുകൾക്കും ഉപദ്രവകരമാണ്. എന്ന് പറഞ്ഞാൽ ദുർഗന്ധം നമുക്ക് ഉപദ്രവമായിട്ട് അനുഭവപ്പെടുന്നത് പോലെ തന്നെ മലക്കുകൾക്കും അത് ഉപദ്രവമാണ്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ മലക്കുകൾക്കും ആ ഒരു ഫിത്രത്തിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കരിക്കുവാൻ വേണ്ടി എഴുന്നേറ്റാലും എന്താണ് സിവാക്ക് ഉപയോഗിക്കുമായിരുന്നു. 20 നമ്പർ ഹദീസ് എന്താണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാമ മിനൽ ലൈലി യശൂസു ഫാഹു ബിസ്സിവാക്ക്. ഹുദൈഫ ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു എന്താണ് സാഹിബു സിർരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ രഹസ്യ സൂക്ഷിപ്പുകാരനായ സഹാബി വര്യൻ ഹുദൈഫ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്, ഇദാ ഖാമ മിനൽ ലൈലി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്താണ് ആരംഭിക്കാറുള്ളത്, എങ്ങനെയാണ്, യശൂസു ഫാഹു ബിസ്സിവാക്ക്, സിവാക്ക് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബ്രഷ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ വിശദമായ ശർഹ്, ഈ ഒരു അധ്യായം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നാം പൂർത്തീകരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമ് പഠിക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന വറസൂലിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.